എല്ലാവർക്കും ശ്രേയാസ്പെല്ലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവരും ഇപ്പോൾ ഓണാവധിയൊക്കെ ഇരിക്കുക അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പ്രോഗ്രാം ആയിരിക്കും ഇന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ അവധി ആയിരിക്കും ഇപ്പം. അപ്പോൾ എൻ്റേത് 29-ാം തീയതി കൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ആയിരുന്നു. ചാക്യാർ കൂത്ത് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് ചാക്യാർ കൂത്ത്. അതൊക്കെ എനിക്ക് കാണാൻ പറ്റി. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്നെ മലയാളം മിസ് പഠിപ്പിച്ചിട്ടുള്ളൊരു പാട്ട് ഞാൻ പാടാം. അതിൻ്റെ ഇടയിൽ ആ ചാക്യാർ പറഞ്ഞതാണ്, കള്ളവുമില്ല ചാതിയുമില്ല എള്ളോളമുള്ള പോലെ വാചേനം. ഈ കള്ളവുമില്ല ചതിയും ഇല്ലെന്നാണ്. പക്ഷെ ചാക്യാർ അവിടെ വെച്ച് പറയുന്നത് കള്ളവുമുണ്ട് ചാതിയുമുണ്ട്. അപ്പൊ ഞങ്ങള് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള റേനു എലുകിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ തമ്മി നോക്കും, എന്തുവാടി ഈ പറയുന്നേ ആ രീതിയിൽ. പിന്നെ നിങ്ങളുടെയൊക്കെ അവധിയൊക്കെ ആയെന്ന് എനിക്കറിയാം. ഇനി നമുക്ക് കുറെ വീഡിയോസ് ഒക്കെ എടുക്കണം. ഇനി ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ലീവ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ലീവായല്ലോ, നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഒരു 2 ദിവസമൊക്കെ കാണത്തുള്ളൂ. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേ നമ്മൾ വിചാരിച്ചേ സ്കൂളിൽ പോവായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ നമ്മളിങ്ങനെ വിചാരിക്കും. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ഇരിക്കുന്നതായിരുന്നു ബെസ്റ്റ്. ഇങ്ങനെ തോന്നുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് ഞാനും ഒരാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നല്ല, എനിക്ക് അത് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് ഇങ്ങനെ കിട്ടുന്നത്. പിന്നെ ഈ ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ഓണം. നമ്മൾ അന്ന് മഹാബലിനെ കണ്ട്, പക്ഷെ അത് സ്കൂളിലുള്ള സ്റ്റുഡൻ്റ് തന്നെയാണ്, പക്ഷെ മഹാബലിയായി വിഷം കെട്ടിയതാണ്. പിന്നെ എൻ്റെ ബസ്സിലുള്ള കുറേ കുട്ടികളുണ്ട്, അവരുടെ ഒക്കെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയായിരുന്നു. പിന്നെ ഇനി അന്ന് എനിക്കറിയത്തില്ല, വരാത്ത പിള്ളേരായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം വരാത്തവരായാണെങ്കിൽ ഒരാളുണ്ട്, എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കൊച്ചാണ്, വൈഗ എന്ന പേര് പറയും. ആള് വരാത്ത അതെല്ലാം ഭയങ്കര നഷ്ടമായിപ്പോയി. കാരണം എന്താ വെച്ചാൽ അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു, നമുക്ക് അത് മറക്കാൻ പറ്റത്തില്ല. അടിപൊളിയായിരുന്നു ആ ചാക്യാരിക്കൂത്ത്. ചാക്യാർ പണ്ട് എല്ലാവരും രസിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ ഇത് ചിരിപ്പിച്ച് ചെറുതായിട്ട് ഞങ്ങൾക്ക് ഡൗട്ടാണ് വന്നത്, പക്ഷെ ചിരിപ്പിച്ചില്ല. പിന്നെ ഇങ്ങനെ എൻ്റെ ഇടയ്ക്കൊക്കെ അതാണ് ഞങ്ങൾ വിചാരിച്ചു ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആലോചിച്ചു. ഈ ഓണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ ഓണത്തിന് പൂക്കളവിട, നമ്മൾ ഈ ഓണത്തിനെ പറ്റി പറയും. ബാക്കിയുള്ള എന്ത് പ്രോഗ്രാംസ് ആണെങ്കിൽ നമുക്ക് ഒന്നുമില്ല. നമ്മളിങ്ങനെ ട്രഡീഷണൽ ക്രിസ്മസ് ആണെങ്കിൽ നമ്മൾ തൊപ്പിയെല്ലാം വെച്ച് റെഡ് ഡ്രസ്സും പിന്നെ വൈറ്റും ഒരു ബിറ്റ്സായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടായി നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ ഓണത്തിന് ഫുൾ കളറായിരിക്കും. നമ്മുടെ അത്തപ്പൂക്കൾ ഇടും, പായസം കുടിക്കാം. പിന്നെ എന്താ, ഞങ്ങളെ പായസം അന്ന് കുടിപ്പിച്ചില്ല. പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ 27-ാം തീയതി ഉണ്ടായിരുന്നു. 27-ാം തീയതി ഞങ്ങൾ പായസവും കുടിപ്പിച്ചു, വടവലിയും കാണാൻ പറ്റി. ഇതിനകത്ത് 27-ാം തീയതി ഒരു കോമഡി ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇടം കിട്ടുന്നില്ല, എല്ലാ പിള്ളേരും കുത്തി നിറഞ്ഞ് 1-ാം ക്ലാസ്സിലാണ് 2A വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ കുത്തി നിൽക്കുമോ, ഞങ്ങൾക്ക് ഇത് എയറായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ട്രെയിനിന് വേറെ സ്ഥലത്ത് എങ്ങാനും പോയി, എനിക്ക് ഒരു സ്ഥലം ആവി പിടിച്ചിട്ട് ഞാൻ വേറെ സ്ഥലത്ത് പോയിരുന്നു. എന്നിട്ട് ഞാൻ ആലോചിച്ച് റേണു ഇതെന്തി, അപ്പൊ ഞാൻ ഈ റേണു ഇതെന്തി ഇവിടെ അവളെ കാണാനില്ലല്ലോ ഇത് ഞാൻ ചിന്തിച്ചു. കുറച്ച് എങ്ങാണ്ട് ഞാൻ പിന്നെ എൻ്റെ സ്ഥലത്തോട്ട് അറിയാൻ ഇങ്ങനെ നോക്കി വന്ന് കുറെ ക്യൂ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കുത്തി വന്ന് അവിടെ നിന്നപ്പോ ഉണ്ടല്ലോ റേനു ഇങ്ങനെ നിൽക്കുക. നിനക്ക് എങ്ങനെ ഈ സ്ഥലം കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ റേനു അടിച്ചു ചോദിച്ചു. അപ്പോൾ ഞാനൊന്നല്ല ഒരു കൊച്ചിനെ അങ്ങ് നുള്ളി എടുത്തിട്ട് വിട്ടതാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനും നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്വസ്ഥമായി പെട്ടെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇരുന്ന് സുഖമായി ഇരിക്കാൻ പറ്റുന്ന മിസ്, ഞങ്ങൾ അവിടെ താഴെ ഇരിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ LC മിസ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ LC മിസ്സിൻ്റെ അടുത്തോട്ട് പോയി. മിസ്സേ ഞങ്ങൾ അവിടെ ഇരുന്നോട്ടേയും ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ മിസ് ഞാൻ ഇരുന്നോന്നും പറഞ്ഞ് ഞങ്ങൾ കാല് കുത്തിയത് പോലും ഇല്ല. അപ്പോഴേക്കും പറയാം സ്ഥലം കണ്ടെത്തിയിരിക്കാനും നല്ല സുഖമായിരുന്നു. എന്നിട്ട് ദോറിന്റെ ക്ലാസ്സിലോട്ട് പറഞ്ഞു, എനിക്കറിയാൻ വയ്യ ഇത്ര നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് വിടാന്ന് വെച്ചാൽ എനിക്കൊരു ഇഷ്ടപ്പെട്ടത്. പിന്നെ അന്ന് പായസം കിട്ടിയത്, പക്ഷെ ഇന്ന് പായസം ഇല്ല. നമ്മുടെ ഓണം നമ്മൾ കളർ ഇടും, നമ്മൾക്ക് നല്ല സാരി ഇടാം. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അടുത്ത പ്രാവശ്യം ഞാനൊരു ധാവണി
ഇടും. എനിക്ക് ധാവണി ഞാൻ ഇട്ടിട്ടില്ല. ഈ പ്രാവശ്യം പട്ടുപാവാടയും ബ്ലൗസും ആണ് ഇട്ടത്. പക്ഷെ അടുത്ത വർഷമാവും ഞാൻ ധാവണി ഉറപ്പായിട്ടും ഇടും. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ധാവണി ഇടണമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. അങ്ങനെ ഉണ്ട്, എൻ്റെ കയ്യിലില്ല. പക്ഷെ ഒരു സാരി പോലൊരു സാധനമില്ല, എനിക്കറിയാം. ഞാൻ കണ്ടിട്ടില്ല ധാവണി, ഞങ്ങളുടെ പേരേ അറിയത്തുള്ളൂ കേട്ടോ. അതാണ്. പിന്നെ ഈ ഓണം നമ്മൾ എല്ലാ വിശ്വസിനെയും പറ്റിയൊരു പ്രത്യേക തരത്തിലുള്ളൊരു ആഘോഷമാണ് ഈ ഓണം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം ഈ ഓണം വരുമ്പോൾ. എനിക്ക് അറിയത്തില്ല പിന്നെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും ഞാൻ എല്ലാം പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. എല്ലാവർക്കും ഓണാശംസകൾ. ആദ്യമേ പറയണ്ട, ഞാൻ ഇപ്പഴാ പറഞ്ഞത്, ലാസ്റ്റ് ആയപ്പോ പറഞ്ഞാൽ നിങ്ങളൊന്നും മൈൻഡ് ആക്കണ്ട. നിങ്ങളെല്ലാവരും ലീവ് എല്ലാവരും അടിച്ചു പൊളിച്ചോ. അപ്പൊ എല്ലാവർക്കും ബൈ.